ഉല്ലാസ് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ബി.ജെ.പി. പ്രതിനിധി. ഉല്ലാസ് ബാബു, രണ്ടു മണ്ഡലങ്ങളിലും വോട്ടർമാരിൽ കാര്യമായ പ്രതികരണമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പ്രചരണത്തിലും 4% കുറവ് ചേലക്കര മണ്ഡലത്തിലുണ്ട്. 8% കുറവ് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം എന്തിൻ്റെ സൂചനയാണ് ഉല്ലാസ് ബാബു? നിങ്ങളുടെ വോട്ടർമാർ കൃത്യമായും പോളിംഗ് ബൂത്തിൽ എത്തി എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ കിട്ടിയ ലഭ്യമായ വിവരം അനുസരിച്ച്? കഴിഞ്ഞ തവണ ചേലക്കരയിൽ പോൾ ചെയ്ത പെർസെൻറ്റേജും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 1.5 ലക്ഷത്തി സംതിങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അടുത്തൊക്കെ ഇപ്രാവശ്യം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ജനങ്ങൾക്ക് മടുപ്പ് വന്നു തുടങ്ങിയത്. എത്ര കാലമായിട്ട് ഇവർ ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾക്ക് പോകുന്നു, ഇങ്ങനെ ഓരോരുത്തരുടെ വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങൾക്കും മടുപ്പ് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇത്തവണ ചേലക്കര പോലെയുള്ള, വയനാട് പോലെയുള്ള, പാലക്കാടിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലുകൾ അത് ഞാൻ ചെറുതായി കാണുകയല്ല. എനിക്ക് അരുൺകുമാറിനോട് ഞാൻ അതിനുശേഷം നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം പാലക്കാട് നിങ്ങൾ 5 റിപ്പോർട്ടർമാരെ വെച്ചുകൊണ്ട് മുക്കിലും മൂലയിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ എടുത്തു കാണിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. ഐ എം റിയലി അപ്രീഷിയേറ്റീവ്. കാരണം അതൊരു സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളിലേക്ക് ജനപ്രതിനിധികൾ എത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ അവതരിപ്പിച്ചൊരു പരിപാടി. അതിനുശേഷം നമ്മൾ കാണാത്തതുകൊണ്ട് ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞതെന്ന് മാത്രം. ഇത് തന്നെയാണ് ചേലക്കരയിൽ, ഇത് തന്നെ വയനാട്ടിലും. നിങ്ങൾ ഓരോ മുക്കിലും മൂലയിലും എല്ലാ മാധ്യമപ്രവർത്തകരും, റിപ്പോർട്ടറെന്നല്ല എല്ലാ മാധ്യമപ്രവർത്തകരും എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യ കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ജനങ്ങളിലേക്ക്, ഇടതുപക്ഷവും വലതുപക്ഷവും ഞങ്ങളെ ഇത്ര കാലമായിട്ട് പറ്റിക്കുകയായിരുന്നു എന്നും ഞങ്ങളിലേക്ക് സത്യത്തിൽ വികസനം എത്തിയിട്ടില്ല എന്നും ഞങ്ങൾ ഇവിടെ വിശ്വസിച്ചത് പരിപൂർണമായി തെറ്റായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് പൊതുവെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായതുകൊണ്ട് തന്നെ കൂട്ടായിട്ടുള്ള അവരുടെ ആ വരവും വോട്ടിംഗ് പാറ്റേണൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ചേലക്കരയിൽ ഒരു സംശയവും വേണ്ട, ചേലക്കരയിൽ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പരിപൂർണമായിട്ടും ചേലക്കരയിൽ നിങ്ങളുടെ ജെയ്സൺ അടക്കം റിപ്പോർട്ട് ചെയ്ത മാതിരി BJPയുടെ വളർച്ച അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തനം അത്ര ചെറുതല്ല എന്ന് പറഞ്ഞാൽ BJP ചെറുതാക്കി കാണാൻ കഴിയില്ല ഉല്ലാസ്. കാരണം 2021-ൽ 28,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തുളസി മത്സരിക്കുമ്പോൾ 2016-ൽ 3 മടങ്ങാണ് വർദ്ധിപ്പിച്ചത്. 5% നിന്ന് 15% അത് വർദ്ധിപ്പിച്ചു തുളസിയുടെ സമയത്ത് തന്നെ. അതിനുശേഷം ഷാജു വട്ടക്കാട് മത്സരിക്കുമ്പോൾ വീണ്ടും അത് നിലനിർത്തുന്നു. TN സരസ് വരുമ്പോൾ വീണ്ടും അത് ഉയർത്തുന്നു. അപ്പോൾ BJPക്ക് ചേലക്കര മണ്ഡലത്തിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ട്. പക്ഷേ അത് 30,000 വോട്ടിൽ താഴെയാണ് എന്നതാണ് BJP ക്യാമ്പിലുള്ള പ്രശ്നം. ഉല്ലാസ്, അത് BJP ക്യാമ്പിലുള്ള പ്രശ്നമല്ല. ജനങ്ങൾ തിരുത്തൽ ശക്തികളാകും. ശ്രീ അരുൺകുമാർ, നിങ്ങളുടെയൊക്കെ ഇടപെടലുകൾ, മാധ്യമങ്ങളുടെയൊക്കെ എത്ര കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ഓരോ സ്ഥലങ്ങളെയും ഒപ്പിയെടുത്ത് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതിൻ്റെയൊക്കെ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് BJPക്കാണ്. കാരണം ജനങ്ങൾ തിരുത്തൽ ശക്തിയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ചേലക്കരയും വയനാടും പാലക്കാട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പൊക്കെ. അതായത് ഇവർ ജയിപ്പിച്ച് വിട്ടവരൊക്കെ ഇവർക്ക് യാതൊരുവിധ ഗുണവും ചെയ്തിട്ടില്ല എന്നത് പരിപൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങൾ തിരുത്തൽ ശക്തിയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉല്ലാസ് ബാബു പറയുന്നത്. നിതിൻ, അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകളും അതാത് മുന്നണികൾ വരുത്തിവെച്ചതാണ് എന്നതാണ് BJPയുടെ വാദം. Debate with Dr. Arun Kumar.